എടുത്തു നോക്കിയപ്പോഴാ എന്റെ തലയുടെ ഇത്രയും ഭാഗം ഇല്ല, അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇല്ല. ഇനിയിപ്പൊ ഇതും കിട്ടുന്നുണ്ടാന്ന് എനിക്ക് അറിയില്ല. എനിക്ക് കഷ്ടമാണ്. ഹലോ, ഞങ്ങളിന്ന് ഞങ്ങളുടെ ടെറസിന്റെ മേളില് കുറെ നാളായിട്ട് ഇത് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ നടക്കാറില്ല പലപ്പോഴും. അപ്പൊ ഇന്ന് ഞാനും അമ്മയും കൂടി ഇതിന്റെ മേളൊന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. കുറെ നാളായി, അതുകൊണ്ട് നല്ല അഴുക്കുണ്ട് ഇവിടെ മൊത്തത്തില്. കാണിച്ചു തരാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞങ്ങൾ കുറെ നാളായി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പച്ചക്കറിയൊക്കെ നട്ട് അച്ഛനെല്ലാം പടർത്തിയൊക്കെ പിടിപ്പിച്ച് എല്ലാം ചെയ്തു. അല്ലേ മമ്മി? ഇതെല്ലാം ഇതൊക്കെ ഇനി കുറച്ച് കോവക്കൊക്കെ ഉണ്ട് ഇതില്. കുറച്ചധികം പച്ചക്കറി കൃഷികൾ ഞങ്ങൾ ചെയ്തിരുന്നു. അപ്പോ ഇതിന്റെ അടിയിൽ കൂടി ഇങ്ങനെ പോണം. ഇത് പനിക്കൂർക്കയാണ്. ചുമക്കൊക്കെ അല്ലേ എടുക്കണത്? പനി ചുമ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്യണാണ് പനിക്കൂർക്ക. ഇത് വഴുതനയുടെ കൊമ്പാണ്. പക്ഷെ വഴുതന ഇല്ലല്ലേ? എന്തേ? വഴുതനങ്ങ ഉണ്ടായതൊക്കെ പറിച്ചു ഞങ്ങള് കറി വെച്ച് കുറച്ചൊക്കെ ഇതിലിപ്പോ ഇട്ടിട്ടുണ്ട്. ആ ചെറുതുണ്ടായി. ഇത് പാഷൻ ഫ്രൂട്ടിന്റെ അത് ആയിട്ടില്ല. ഇതെങ്ങനെ വന്നെന്നറിയില്ല, ഞങ്ങള് നട്ടതല്ല. എന്തായാലും ഞങ്ങളിത് നട്ടിട്ടില്ല. പിന്നെ ഇവിടെ പിന്നെ കുറെ ആവശ്യമില്ലാത്ത കുറെ പച്ചിലകൾ പിടിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാന്ന് ഞങ്ങക്ക് തന്നെ അറിയാൻ പാടില്ല. തുമ്പയുണ്ട്, തുമ്പ നമുക്ക് ഉപകാരമുള്ള തുമ്പയുണ്ട് ഇവിടെ. പിന്നെ ഇതിനിടെ കുറച്ച് ചീര ഉണ്ട്, ചീര പിടിച്ച് നിപ്പുണ്ട്. പിന്നെ ഇങ്ങോട്ട് മാറി ഇവിടെ കുറച്ച് വെണ്ട പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലൊന്നും കായില്ല, ഇതൊക്കെ ഞങ്ങൾ പറിച്ചു. അത് കാരണം ഇതിലൊന്നും കാണിക്കാൻ പറ്റില്ല. ഇത് വെണ്ടയാണ്, വെണ്ടയുടെ ചെടിയാണത്. പക്ഷെ ഇതൊക്കെ ഞങ്ങൾ പറിച്ച് ഭയങ്കര പ്രതീക്ഷയോടെ കയറിയത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വേപ്പുണ്ട് കണ്ടോ, വേപ്പിൻ തൈയാണിത്. ഇത് വേപ്പാണ്. ഇത് മാതളത്തില് ഇത് എത്ര വർഷമായി മാതളം നട്ടിട്ടെന്ന് പറയാം. കൊറേ വർഷം ആകെപ്പാടെ ഉണ്ടായത് ഒരേ ഒരു മാതളാണ് ഇതിലുണ്ടായത്. ഇത് മാതളാണിത്, ഒരെണ്ണം മാത്രമേ ഉണ്ടായുള്ളൂ. ഇത് ശരിക്കും കൊറേ ഇത് കട്ട് ചെയ്ത് കളയണം ഇവിടെ നിന്ന്. അത് കട്ട് ചെയ്താൽ മാത്രമേ ഇത് ക്ലീൻ ആവുള്ളൂ. ഫുള്ള് പച്ചക്കറി മാത്രം നടാം, എന്നിട്ടൊരു പച്ചക്കറിത്തോട്ടം വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയൊക്കെ മാത്രം എടുക്കാം എന്നും പറഞ്ഞു ഞാൻ എടുത്തോളാം. പറിച്ചു. എവിടെ അധികം ഉള്ളത്? ഞങ്ങള് വീട്ടിലത്തേക്ക് അത്യാവശ്യം കറിക്കെടുക്കാം എന്നുള്ള ഒരു ഇതിലാണ് ഇതൊക്കെ പടർത്തിയത്. അച്ഛനാണ് ശരിക്കും ചെയ്തത് ഫുള്ള്. ഈ ചെടിച്ചട്ടിയൊക്കെ മാത്രം ഞാൻ മേളിലേക്ക് കയറ്റി കൊടുത്ത്, ബാക്കി അച്ഛനാണ് നട്ടതും. ഞാനിവിടെയൊക്കെ വെള്ളമൊക്കെ ഒഴിക്കുമായിരുന്നു, അങ്ങനെ നോക്കും. പക്ഷെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് ഇത് പടർന്നു എല്ലാം. പിന്നെ കോവൽക്ക ഉണ്ട്, പിന്നെ അതിന്റെ ഇടക്ക് മത്തങ്ങ പിടിച്ചിട്ടുണ്ട്, മത്തങ്ങ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളരിയും പിടിച്ചിട്ടുണ്ട് നല്ല രീതിക്ക്. ഞങ്ങൾക്കെല്ലാം എല്ലാ സാധനവും ഉണ്ടായിരുന്നു, കായിട്ടല്ലേ. വഴുതനങ്ങ ഉണ്ടായി, അച്ചിങ്ങ ഉണ്ടായിരുന്നു, വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. പിന്നെന്താ ഉണ്ടായേ? ഇവിടെ മുള കണ്ടിട്ടാ കണ്ടോ, പക്ഷെ പഴുത്തുപോയി. ഇതിന് മുളകും കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം നമുക്ക് കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഇടക്ക് മഴ പെയ്ത സമയത്താണ് കുറച്ച് നമുക്കിത് മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ചത്. ഇതിന്റെ ഇടക്ക് കുറെ പച്ചിലകൾ പിടിച്ചു നിൽപ്പുണ്ട്.
ഇതൊരു കറിക്ക് ഉണ്ടാവും അല്ലേ? അമ്മ ഇതെല്ലാം കൊണ്ടുപോയിട്ട് അമ്മയുടെ ഹരിതകർമ്മസേനയിൽ അമ്മയുടെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോയി കറി വെക്കാൻ കൊടുക്കാറുണ്ടല്ലേ? എല്ലാ വീട്ടിലും നമ്മൾ കൊടുത്തായിരുന്നു. പിന്നെ ഈ കോവക്ക ഡെയിലി ആരും വെക്കാത്ത കൊണ്ടിട്ട് ഇങ്ങനെ. എന്നാലും ഞാൻ ഇടക്കൊക്കെ അടുത്ത വീട്ടിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും പറിച്ചിട്ട് കുറച്ചൊക്കെ. അത്യാവശ്യമുണ്ട്. ഇത് ഫുള്ള് ഇങ്ങനെ പടർന്ന് നിൽക്കുക ഇവിടെ. അച്ഛൻ ഇപ്പോ റൂമിലായോണ്ട് അച്ഛനൊന്നും നോക്കാത്ത. അച്ഛൻ കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ട് റൂമിൽ അകത്താണ്, ഇടയ്ക്കേ പുറത്തേക്ക് വരാറുള്ളത്. അതുകൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഇത്രയും വൃത്തികേടാവൂലായിരുന്നു. ഇതിന്റെ ഇല ഫുള്ള് വീണിട്ട് ഇതിന്റെ അടിയിൽ കൂടി ഇങ്ങനെ കുനിഞ്ഞു പോണം. ഈശ്വരാ. ഫുള്ളുണ്ട് ഇവിടെ, നിറയെ ഉണ്ട് കോവക്ക. ജിഷാന്റിക്കൊക്കെ നമ്മുടെ നെയ്ബറാണ് ജിഷാന്റെ ഒക്കെ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും അവർക്ക് കൊണ്ടേ കൊടുക്കും. അവിടെ എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. ഇവിടുന്ന് ഇങ്ങനെ എടുക്കാൻ ഇത്തിരി പാടാണ് വീഡിയോ. ഫുള്ള് ഇത് പടർത്തി, അച്ഛനിത് പടർത്തിയ സംഭവം ശരിക്കും ഇത് കണ്ട താഴ്ന്നു പോയി. നേരത്തെ ഇതെന്റെ തലയിൽ ഇങ്ങനെ മുട്ടൂലായിരുന്നു, ഇപ്പൊ ഇങ്ങനെ മുട്ടും. താഴത്തേക്ക് പോവാൻ പറ്റൂല, ഭയങ്കര വീഡിയോ എടുക്കാനായിട്ട്. ആര് ഇപ്പൊ പറിച്ചപ്പോ തന്നെ ഇത്രയും കിട്ടി. അതെ, ഇനിയും കൊറേ പറിക്കാനുണ്ട്. ട്രൈപോഡ് വെച്ചിട്ട് ഇതെടുക്കണോന്നായിരുന്നു എന്റെ ആഗ്രഹം. ട്രൈപോഡിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ട്രൈപോഡ് തലയും കുത്തി താഴെ വീഴും. ഇതിന്റെ സ്ക്രൂ എവിടെ പോയിട്ട് ഞാൻ ഇതിങ്ങനെ കെട്ടി വെച്ചതാ. ഇതിങ്ങനെ വെക്കുമ്പോ തന്നെ ഇങ്ങനെ വെക്കും. പാവക്ക എവിടെ? ഇത് പാവക്ക ഉണ്ടായിരുന്നു. ഈ സ്ഥലമില്ല, കൃഷി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ടെറസിൽ ഇത്തിരി സ്ഥലം മതി, നമുക്ക് ഇതേപോലെ പച്ചക്കറിയൊക്കെ നടാം. പക്ഷേ ഇതൊക്കെ സൂക്ഷിക്കണം, നമ്മൾ ഇടയ്ക്ക് വന്ന് നോക്കിയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും. ഇത് മഴ വന്നപ്പോഴാണ് ഇത്രയും അലമ്പായത്. അതിന് മുന്നേ വരെ അടിപൊളിയായിരുന്നു. ആ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, ഇത്രയും കിട്ടി കോവക്ക. കോവക്ക പറിച്ചുകൊണ്ട് നിന്നപ്പോ തന്നെ അടുത്തുള്ള ചേച്ചി വന്ന്. അപ്പൊ ചേച്ചിക്ക് നമുക്ക് കോവക്ക കൊടുക്കാം. ആരും കൊണ്ടുപോകണമെന്ന് ഇങ്ങനെ വിഷമിച്ചേനിരിക്കണായിരുന്നു. എന്തായാലും ആ കിട്ടി. വാ വന്നെടുക്ക്. ശാന്തിനി ചേച്ചിക്ക് കോവക്ക കൊടുക്കാം. കറക്റ്റ് സമയത്ത് ശാന്തിനി ചേച്ചി വന്നു. ശാന്തിനി ചേച്ചിക്ക് കോവക്ക കൊടുക്കാം. അതെല്ലാം കൊടുത്തു. നമുക്ക് ഇനി ഉണ്ടല്ലോ പറിക്കാൻ. അതെല്ലാം കൊടുത്തു. അവര് കോക്ക കൊണ്ടുപോയി. അവർക്ക് കൊടുക്കണ ഞാൻ വീഡിയോ എടുത്തില്ല. നമുക്കറിയില്ലല്ലോ അവർക്ക് ഇഷ്ടമാണോ ഇല്ലായിരുന്നു വീഡിയോ എടുക്കണത്. അതുകൊണ്ടിട്ട് അധികം വീഡിയോ എടുത്തില്ല. കോക്ക കൊടുത്ത് വിട്ട്. അമ്മേ കിതക്കാണ് കേറിയിട്ട്. ഇത് പറിക്കാലോ, കുഴപ്പമില്ലല്ലോ. പുല്ലല്ലോ. അല്ല, ഇതിന്റെ ഒക്കെ തുമ്പുണ്ട്. തുമ്പോടെ അത് പറിക്കാൻ മതി. അപ്പുറത്തെ സൈഡില് തുമ്പുണ്ടല്ലോ. തുമ്പാടെ നട്ടോ വെച്ചാൽ ഇത് ഇതെന്ത് സാധനം? പുളിയാണോ? ഇതാണ് ഞാൻ പറഞ്ഞത്, മറ്റേ ഇതിന്റെ അളിയൻ. കിഴുകാന്നലിയുടെ അളിയൻ. കിഴുകാന്നലി അല്ലേ, ഇതാണ് കിഴുകാർന്നലിയുടെ അളിയൻ. അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ? കിഴാർ നെല്ല് പോലത്തെ സാധനം. കിഴാർ നെല്ലിയാണെന്ന് അറിയാൻ പാടില്ല.
ഞാൻ ആദ്യമായിട്ട് കേൾക്കണ ഇതിനെ കളിയാനും അതെനിക്കൊരു തെറ്റിപ്പോയത്. അതല്ലായിരുന്നു, ഞാൻ കൈയുണ്ണി ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അത് കൈയുണ്ണി അല്ലായിരുന്നു, അത് വേറെ എന്തോ ഒരു ഐറ്റം ഉണ്ട്. മുളക് ഈ ചടിച്ചിട്ട് ഒരു നോക്കിയായില്ലേ. ഇത് കുറച്ച് കട്ട് ചെയ്താ കൊള്ളായിരുന്നു. നമുക്ക് കർക്കിടക കഞ്ഞി വെക്കാനായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഇവിടെ ഇപ്പോഴത്തെ. ഇതൊക്കെ ഏതാ പറയ്. ഇവിടെ ഒരു മിനിറ്റ് ഇങ്ങോട്ടേക്ക്. ഓക്കെ, പൂവാങ്കുരുന്നൽ. ഇത് പിന്നെ ഏതാ? തുമ്പുണ്ട്. തുമ്പ് ഇതിൽ പെടുന്നതാ. നമ്മള് കഞ്ഞി വെക്കാനായിട്ട് വിഷുക്കച്ചേ കർക്കിടക കഞ്ഞി വെക്കാനായിട്ട് മരുന്ന് കഞ്ഞി. ഇപ്പൊ നമ്മള് 2 കിട്ടി. ഇപ്പൊ തുമ്പുണ്ട്. ഇത് കീഴാർനെല്ലി ആണോന്നറിയില്ല. അമ്മ പറഞ്ഞത് കീഴാർനെല്ലിയുടെ അളിയനാണെന്ന് അമ്മ പറഞ്ഞത്. കീഴാർനെല്ലിക്ക് അളിയനുണ്ടാന്ന് എനിക്ക് അറിയില്ല. ഇതാണ് ഈശ്വരിയമ്മ പറഞ്ഞ കീഴാർനെല്ലിയുടെ അളിയൻ. അടുത്തതേ കൊറേ പുല്ലുകള് വെറുതെ ഇങ്ങനെ പിടിച്ചിരിക്കുക. എന്താ ഇത് അത് മൊത്തത്തില് പറിക്കാൻ അതിൻ്റെ ഉള്ള ഒന്നും ഇല്ല പ്രത്യേകിച്ച്. വെറുതെ പുല്ല് മാത്രമേ ഉള്ളൂ. വെറുതെ പുല്ല് മാത്രം പിടിച്ചു നിൽക്കുക. മാവൊക്കെ പിടിച്ചു നിക്കണോ? ആയി അടിപൊളി പറിച്ച് കയ്യിലെടുത്തിട്ട്. എനിക്ക് മറ്റേ ചെറിയ നമ്മള് മറ്റേ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കൂലേ, അതാന്ന് തോന്നണം കേട്ടോ. കാരണം ചെറിയ ഇതാണ് അതിന്റെ മാങ്ങയുടെ സീഡ് ചെറുതാ. ഇതുണ്ടോ, ഒരു കാര്യമില്ലാതെ ഇതൊക്കെ ഇവിടെ വെറുതെ പിടിച്ചു നിൽക്കുന്നതാ. ഇതൊക്കെ പറിക്കെടുക്കാം. ചെടിച്ചട്ടി പൊങ്ങിപ്പോയിരുന്നു. അത് പാഷൻ ഫ്രൂട്ട് എന്തിനാ പറിക്കണ? അല്ല അത് കാണിച്ച വീഡിയോ എടുത്തിട്ടുണ്ട്. എന്താ വെറുതെ ആവശ്യമില്ലാത്ത കൊറേ ഇതിങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. വെറുതെ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് ചെയ്യാമ്മ. ആൾക്കാർ ഓർക്കും ഞാൻ നിന്നിട്ട് അമ്മേനെ കൊണ്ട് പണിയെടുപ്പിക്കരുത്. ഈ വീഡിയോ എടുക്കാൻ എനിക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ, അമ്മക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല. എനിക്കിഷ്ടമാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ക്ലീനൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ ആരെങ്കിലും കൂടെ വേണം. അതെന്താ എല്ലാത്തരം പച്ചക്കറികളും ഇവിടെ ഉണ്ട്. പക്ഷെ അത് കായ്ക്കുന്ന സമയത്ത് മാത്രം വീഡിയോ എടുക്കാൻ പറ്റാറില്ല. കഴിഞ്ഞ ദിവസം വന്നിട്ട് ഞങ്ങൾ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഇതിന്റെ കൂട്ടത്തിലിടാം. തക്കാളി ഇത് നട്ട സമയത്ത് ഞാനത് ചിലതൊക്കെ നട്ടത്. പക്ഷെ തക്കാളി ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ തക്കാളി കാണാനില്ല. ഇന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ട്. അതുകൊണ്ട് ഞങ്ങളിന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. ഇത്രയും ദിവസം എടുക്കാന്ന് വിചാരിച്ചിരുന്നിട്ട് മഴയായിരുന്നു. അമ്മേ ഇന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ട്. കട ഇങ്ങനെ പടർന്നിരിക്കുക. ഇവിടെ ഫുള്ള് സൈഡൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുക. ഈ മേളില് മഴയില്ലാത്ത സമയത്ത് ഇത് നനക്കാൻ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അച്ഛൻ ചെയ്തതാണ്. ഒരു ഡ്രമ്മ് മുറിച്ചിട്ട് വെള്ളം ഇതിൽ നിറച്ചിടും. പക്ഷേ ഇപ്പോൾ മഴ ആയതുകൊണ്ടിട്ട് ഇത് ഫുള്ളിങ്ങനെ നിറഞ്ഞു കിടക്കണം. ഇപ്പോൾ വെള്ളം മഴയാണല്ലോ, അപ്പം ഇങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ വെയിലുള്ള സമയത്താണെങ്കിൽ ഒഴിക്കും, നനക്കും.
ഇനി ഇത് ഫുള്ള് അച്ഛൻ പറഞ്ഞത് കുറേ ഭാഗം വെട്ടിക്കളയണം, എന്നിട്ട് ഇത് താഴ്ന്നു കിടക്കണം, ഇതൊക്കെ വേറൊരു പത്തല എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പൊക്കി കൊടുക്കണം എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞേക്കണത്. അതുകൊണ്ട് ഈ മേള് ഭാഗം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല, കാരണം അച്ഛൻ്റെ ഐഡിയ, അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല, നമ്മൾ ചെയ്ത അച്ഛനോട്ട് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഇതൊന്നും നമ്മളൊന്നും ചെയ്യൂല. താഴെ ഭാഗം മാത്രം നമ്മളൊന്ന് ക്ലീൻ ചെയ്യും, ഈ ആവശ്യമില്ലാത്ത ഇതൊക്കെ ഒന്ന് കളയും. പിന്നെ ഈ ഫ്ലോറ് ഇവിടെ ഫുള്ള് പായൽ പിടിച്ച് കിടക്കുവാണ്, ഒറ്റ ദിവസം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ പതിയെ പതിയെ ഇവിടേക്ക് ക്ലീൻ ചെയ്യുന്നതായിരിക്കും. ഒരാളിവിടെ ബിസിയാണ്, ഈശ്വര്യമ്മ പെട്ടെന്ന് ബിസിയായി. ഈശ്വര്യമ്മക്ക് കോള് വന്നു. ഈശ്വര്യമ്മേനോട് പ്ലാസ്റ്റിക് എടുക്കാൻ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ്. ഈശ്വര്യമ്മ ഹരിതകർമ്മ സേനാംഗമാണ്, അപ്പം അത് കാരണം ഞങ്ങളിപ്പോൾ കുറച്ച് ബിസിയാണ്. പിന്നെയും കോള് വരുന്നുണ്ട്. അപ്പം എന്തായാലും ഇന്ന് ഞാൻ തന്നെ ഇത് ക്ലീൻ ചെയ്യേണ്ടി വരും. അമ്മ എന്തായാലും പോകും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അത്യാവശ്യം കുറച്ച് പച്ചലയും കാര്യങ്ങളൊക്കെ പറിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് വച്ചേക്കാം. അച്ഛൻ ഫസ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ബാക്കി എന്താണെന്ന് വെച്ചാൽ മേളിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. മേളിൽ എനിക്ക് ചെയ്യണമെന്നുണ്ട്, സെറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അച്ഛനൊന്നും ഇഷ്ടപ്പെടില്ല. അച്ഛന് ഓരോ ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അച്ഛനതുപോലെ ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ അച്ഛൻ ചെയ്യട്ടെ. താഴെ കുറച്ച് ഭാഗം ഞങ്ങൾ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മയില്ല, അപ്പം ഞാൻ തന്നെ ഇരുന്ന് ക്ലീൻ ചെയ്യാം. നട്ട സമയത്ത് എന്തൊരു ക്ലീനായിരുന്നു. അത് കഴിഞ്ഞൊരു കാടും തിട്ടുണ്ടായിരുന്നു. ഈ ചട്ടിയിലൊന്നും ഒന്നും ഇല്ല, ഇപ്പൊ നിറയെ ഉണ്ടായിരുന്നതാ. ഇതിലാണെന്ന് തോന്നുന്നു വഴുതനങ്ങയാണോ വെള്ളരിയാണോന്ന് അറിയില്ല. ഇതിൽ നട്ടത് തുമ്പ പറിച്ച് ശരിയാവില്ല, പക്ഷെ ആ തുമ്പ പറിച്ചിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് കാട് പിടിച്ച പോലെ ഫീൽ ചെയ്യില്ലായിരുന്നു. പക്ഷെ തുമ്പ പറിക്കേണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ തുമ്പ പറിക്കുന്നു. ഇത്രയും ഭാഗം തുമ്പ. ഇത് പനിക്കൂർക്ക ഈ പറഞ്ഞ പോലെ തന്നെ ചുമയുള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതിന്റെ നീര് പിഴിഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്യും. എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. മണ്ണാണ് ഇവിടെ നിന്ന് അധികം പുല്ല് അത്ര ഇല്ല, പിടിച്ചിട്ടുള്ള പുല്ല് കുറച്ചൊക്കെ ഞങ്ങൾ പറിച്ചു കളഞ്ഞിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഉണ്ടാവുന്നു. അമ്മേ എന്ത് ചെടിയില്ലെങ്കിലും പനിക്കൂർക്ക അതെങ്ങനെ പിടിച്ചെന്നറിയില്ല, നിറയെ ഉണ്ട് ഇവിടെ പനിക്കൂർക്ക. ഇത് വെള്ളരിയുടെ വെള്ളയാണോ മത്തന്റെ വെള്ളയാണോ എന്ന് എനിക്കറിയില്ല. ഇതും നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ പൊന്നോ, ഇതിങ്ങനെ കാണിച്ച് ശരിയാവില്ല. ഞാനിങ്ങനെ കൊണ്ടുപോയി കാണിച്ചു തരാം. ഇത് നോക്കിയേ, കണ്ട അട്ട, തേരട്ടാണോ എന്താന്നറിയില്ല. ഇതിന്റെ ചുവട്ടില് ഫുള്ളുണ്ട്. നോക്കിയേ, ഇതെന്തേലും പറ്റുമോ, ചെടിക്ക് എന്തേലും പറ്റുമോ എന്നറിയില്ല. അതന്നെ വഴുതനയുടെ ചുവട്ടില ഇത് നിക്കണേ. വഴുതന എന്നാലും എന്തായിരിക്കും അവിടെ മാത്രം ഇങ്ങനെ, ബാക്കി അധികം ചെടിച്ചട്ടിയിലൊന്നും ഇല്ല. ഇതിലൊന്നും ഇല്ല, ഇതില് മാത്രം നിറയെ. ഇവിടെ ഒരു കാടുണ്ട്.
കാര്യത്തിൽ ഇതൊക്കെ പറിക്കണ വീഡിയോ എടുത്തു നോക്കിയപ്പോഴാണ് എൻ്റെ തലയുടെ ഇത്രയും ഭാഗം ഇല്ല. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇല്ല. ഇനിയിപ്പോൾ ഇതും കിട്ടുന്നുണ്ടാന്ന് എനിക്കറിയില്ല. എനിക്ക് കഷ്ടമാണ്. ഇതെന്തേലും ചെടിയാണോ ഈശ്വര, അറിയില്ല. ഫസ്റ്റൊക്കെ കഴിഞ്ഞ് അച്ഛൻ കയറി വരുമ്പോഴായിരിക്കും ഇവിടെ ചെടിയൊക്കെ എവിടെ പോയി. എല്ലാം ഞാൻ പറിച്ചിട്ടുണ്ട് അച്ഛൻ, എല്ലാം ഞാൻ പറിച്ചിട്ടുണ്ട്. പറിക്കാനായിട്ട് പേടിയാ. കാരണം വേറൊന്നുമല്ല, അച്ഛൻ എന്തൊക്കെ ചെടിയാണ് നട്ടേക്കണെന്ന് അറിയില്ല. എന്താണ് നമ്മുടെ പച്ചമരുന്നുകളൊന്നും എനിക്കറിയില്ല. പച്ചമരുന്നിന്റെ പേര് എനിക്കറിയില്ല. അപ്പൊ അച്ഛൻ അതൊക്കെ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ പറിച്ചു കഴിയുമ്പോഴായിരിക്കും റെസ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ ചോദിക്കും ഇവിടെ വെച്ച മരുന്നൊക്കെ എന്തെന്ന്. എനിക്കറിയില്ല, ഞാനെല്ലാം പറിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. അച്ഛനെ പേടിയില്ല കേട്ടാ, ഞാൻ പറഞ്ഞത് വെറുതെ എന്തിനൊരു സമാധാനമൊക്കെ. അച്ഛനെ പേടിയില്ലേ? ഹായ് നൈലു. എന്നെ കാണുന്നുണ്ടോ വീഡിയോ കൂടി? തല കാണുന്നുണ്ടോ? വ്ളോഗ് എടുക്കുക യൂട്യൂബിൽ തന്നെ. ഒരു മിനിറ്റ്, എന്റെ നെയ്ബേഴ്സ് ആണ് തത്തു. അയ്യോ ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നോട്ട്. ഇതാണ് തത്തു, അവൻ ഓടിയല്ലേ നൈലു. ഇവർക്ക് എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് പോലും അറിയില്ല. ലക്ഷ്മി വ്ളോഗ്സ്, ലച്ചു വ്ളോഗ്സ്. അമ്പോ പുതിയ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വയ്യ. ലച്ചു വ്ളോഗ്സ് എന്ത് പറയാൻ, ഡൈവേഴ്സിന് പോലും അറിയില്ല എനിക്ക് യൂട്യൂബ് ചാനലുണ്ടെന്ന്. അങ്ങനെ എനിക്ക് പുതിയ ഒരു സബ്സ്ക്രൈബറിനെ കൂടി കിട്ടി. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ഒച്ച. ശരിക്കും പറഞ്ഞാൽ ഞാൻ അധികം ആരോടും ഇങ്ങനെ പറയാറില്ല എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊന്നും പറയാറൊന്നുമില്ല. എനിക്ക് ഭയങ്കര നാണമായിരുന്നു. ഞാൻ ആരോടും പുതിയ യൂട്യൂബ് ചാനലുള്ള കാര്യം പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരും ചെയ്യണ കണ്ടപ്പോഴത്തേക്കും ഒരു ഇഷ്ടം. ഇപ്പൊ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വന്നു. റെഗുലറായിട്ട് വീഡിയോ ഇട്ടാൽ മതി, പക്ഷെ അത് ഇടാനായിട്ടുള്ളൊരു നമുക്കൊരു ഐഡിയ വേണമല്ലോ. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, വീഡിയോ എടുക്കാൻ വെച്ചിട്ട് തലയില്ല വീഡിയോയിൽ. ഇതും കിട്ടുന്നുണ്ടോന്ന് എനിക്കറിയില്ല. വലിയ കാര്യത്തിലൊക്കെ എടുക്കുന്നില്ല. അതുകൊട്ടാ നീ എന്റെ യൂട്യൂബ് ചാനലിൽ പെട്ടിരിക്കുകയാണ്. അപ്പൊ അത്യാവശ്യം നമ്മളാ ഇതിന്റെ ഇടയിൽ നിന്നേച്ച, അതായത് ചെടിയുടെ ഇടയിൽ നിന്നേച്ച, പച്ചക്കറിയുടെ ഒക്കെ ഇടയിൽ നിന്നേച്ച പുല്ലൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ട്. ഇനി അമ്മയും കൂടി വന്നിട്ട് ഒരു ദിവസം നിന്നിട്ട് ഈ ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട് ഇടക്ക്, പിന്നെ അമ്മ വരുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ബാക്കി ഇത്രയും കോക്ക കിട്ടി ഉണ്ടാവും. ഇനി ഇത് ബാക്കി കുറച്ച് നെയ്ബേഴ്സിന് കൊടുക്കണം. ഞങ്ങൾ കുറച്ച് കറി വെക്കാൻ എടുക്കും. അങ്ങനെ ചെയ്യണം. ഇനി റെഗുലറായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ആരെങ്കിലും കാണുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല രസമുണ്ട് വീഡിയോ ഒക്കെ എടുക്കാനും. ആരെങ്കിലും കാണുമെന്നൊന്നും നമുക്കറിയില്ല, എന്നാലും എടുക്കാം. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. ബൈ.